ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മൈസൂരിലേക്കാണ്. വിവോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാര്യം ആദ്യം പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കാം. ഇനി നമുക്ക് കോഴിക്കോട് നിന്നും മൈസൂരിലേക്ക് എങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കോഴിക്കോട് നിന്ന് മൈസൂരിലേക്ക് പോകുമ്പോൾ നമുക്ക് പാവങ്ങാട് KSEBിയുടെ ചാർജിങ് സ്റ്റേഷനുണ്ട്, ഇവോക്കിൻ്റെ ചാർജിങ് സ്റ്റേഷനുണ്ട്. അവിടെ നമ്മളൊന്ന് ഫില്ലാക്കിയിട്ട് നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ അടിവാരം എത്താം. അടിവാരത്ത് നമ്മുടെ ചാർജ് മോഡ് തന്നെ ഉണ്ട്. അപ്പോൾ ചാർജ് മോഡിൽ ഇപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതായത് 4200 രൂപയുടെ ഒരു പ്ലാൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 12 രൂപ 60 പൈസ ഇവോക്ക് കൊടുക്കുന്നത് പോലത്തെ ഒരു പ്ലാനാണ്. ആ പ്ലാൻ പ്രകാരം നമുക്ക് 12 രൂപ 60 പൈസയ്ക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നേരെ വൈത്തിരി കൽപ്പറ്റയിൽ ടാറ്റയും സിയോണും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവോക്കിൻ്റെയും ചാർജ് സ്റ്റേഷനുകളുണ്ട്. നമുക്ക് അവിടെ ചാർജ് ചെയ്യാം. അവിടെ ചാർജ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റേഷൻ സുൽത്താൻ ബത്തേരി അവിടെയുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. മുത്തങ്ങയിൽ നമുക്ക് പിന്നെ ബത്തേരി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് മുത്തങ്ങയാണ്. മുത്തങ്ങയിൽ OECയുടെ സ്റ്റാർട്ടിങ് നമുക്കിപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 30 കിലോവാട്ടിൻ്റെ ആണ്. അവിടെ നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗുണ്ടൽപെട്ടിലെത്താം. ഗുണ്ടൽപെട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് തമിഴ്നാട് കർണാടകയുടെ ഒക്കെ ഒരു ബോർഡറാണ്. പ്രകൃതി രമണീയമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം. അവിടെ നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മൈസൂർ എത്താം. ഈ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, പിന്നെ മൈസൂർ നമുക്ക് എത്തുന്നതിന് കോഴിക്കോട് നിന്നും ചാർജിങ് സ്റ്റേഷനുകൾ ആവശ്യമാതിരിയുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്നും മൈസൂർ പോകുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻ ലഭ്യമാണ്. അപ്പോൾ കോഴിക്കോട് നിന്നും മൈസൂരിലേക്കുള്ള യാത്ര സുഖകരമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഈ യാത്രയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ചാർജ് സ്റ്റേഷനുകളെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകുന്നതാണ്.